തണുക്കുന്നുണ്ടോ ഇപ്പോഴും? ഒരു നിർത്തിയില്ല, നമ്മളെ നാട്ടിൽ ഭയങ്കര ചൂടാന്ന് എങ്ങനെയുണ്ട്? വേറെന്താ പോയി തിന്നണമെന്നുള്ളത് അവിടെ? കേട്ടാ മതി. നമ്മളെ ഡൽഹിയിൽ നിന്നൊക്കെ വെച്ച് പോകുമ്പോ എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ചും കൂടി കുറവാന്ന് തോന്നുന്നു. സരോജിനിയൊക്കെ ആ ഹൈ യാതൊരു ടേസ്റ്റില്ല. സമയത്രായി സമയം 4:45. 4:45. നമ്മള് രാവിലെ മുതൽ വെയിറ്റ് ചെയ്യുന്നില്ലേ? ഇപ്പോൾ നമുക്ക് പോവാൻ പറ്റുന്നത്. മഴ ഒരു അനുകൂല പ്രതികൂലല്ലേ? അനുകൂല ഇപ്പോൾ അനുകൂലമായത്. അങ്ങനെ ഇനി നമ്മൾ പോവാൻ പോകുന്നത് ലാൽ ചൗക്ക്. അങ്ങനെ അതിനെന്താ മലയാളത്തിൽ പറയാന്നറിയോ? ചുവപ്പങ്ങാടി. ചുവപ്പങ്ങാടി. ഏതാ ചന്ദ്രനിലേക്ക് പോവാണോ ചേട്ടാ? നോക്കി മൊത്തം തണുക്കുന്നുണ്ടോ ഇപ്പോഴും? ഒരു നിർത്തിയില്ല, നമ്മളെ നാട്ടിൽ ഭയങ്കര ചൂടാന്ന് 42. അതെ, ഇവിടെ ഡിഗ്രി 12, 8, 4 12 മാക്സിമം. 12 ഡിഗ്രിയൊക്കെ തണുപ്പുണ്ട്. ഇനിയിപ്പോ ശ്രീനഗർ എത്തിയിട്ട് ഇവിടുത്തെ ലോക്കൽ ബസ്സിൽ പോയിട്ടില്ല എന്ന് വേണ്ട. അപ്പം എല്ലാവരും ഇതിലാണ് കേട്ടോ പോകുന്നത്. പോവാ. ഒരാൾക്ക് ഇവിടുന്ന് ലാൽ ചൗക്കിലേക്ക് 20 രൂപയാണ് പെർ ഹെഡ് വരുന്നത്. കണ്ടില്ലേ? അയ്യോ, എങ്ങനെയുണ്ട്? ചൂടുണ്ടോ? ഹലോ, കാശ്മീർ ബസ്സിലുള്ള സോറി, ഇത് ഇവളല്ലേ? ഞാൻ വിചാരിച്ചത് ഈയാണെന്ന്. സോറി, ഞാൻ ചോദിക്കാനും കാശ്മീർ യാത്രയല്ല. ഇവിടെ കണ്ടിട്ട് കാശ്മീരിന്റെ വയലുണ്ട്. നോക്കണി, ഇങ്ങോട്ട് നോക്കട്ടെ, പോകുന്ന കാണിക്ക്. ഞാൻ വിചാരിച്ച ഈയാണ് അവിടെ ഇരിക്കുന്നത്. मैंने सोचा वही यही होगा. എങ്ങനെയുണ്ടെടി കാശ്മീർ? കൊള്ളാം, നല്ല ചൂടുണ്ട്. സീറ്റൊക്കെ കിട്ടിയില്ലേ? കണ്ടില്ലേ, ഇവർക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടോ. ആഹാ, ബസ് യാത്ര എല്ലാ എക്സ്പീരിയൻസും വേണമല്ലോ അല്ലേ? കാശ്മീർ വന്നിട്ട് ബസ്സും കൂടി അല്ലേ എന്നെ കയറാനുള്ളത്? അതുമായില്ലേ? അതെ, നമ്മളും കൂടി ചവിട്ടാൻ ഒരു ലണ്ടൻ സ്ട്രീറ്റ് മേലേക്ക് തോന്നുന്നുണ്ടോ ബ്രോ? എനിക്ക് തോന്നുന്നുണ്ടോ? ലണ്ടനിൽ പഠിച്ചവരൊക്കെ പറയും ഉണ്ടോ? ഇത് അതേമാതിരി ഉണ്ട് അല്ലേ? ഒരു മാൾ റോഡ് ആ ഒരു സെറ്റപ്പ്. ലണ്ടനത്തെ ഏതൊക്കെ ടൗണൊക്കെ പോലെ ഉണ്ട്. ലണ്ടനിലെ യുകെത്തെ. എന്തിന്റെ മുന്നിലപ്പാ നിക്കുന്നത്? ലണ്ടനില ഗണ്ടാഗർ, ഫേമസ് ഗണ്ടാഗറിന്റെ മുന്നിലാണ്. ഇവിടെ ഒരുപാട് ക്ലീൻ ആയ മാതിരി തോന്നുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇന്റർലോക്ക് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒന്നും കൂടി വൃത്തിയായ മാതിരി തോന്നുന്നുണ്ട്. എന്നാ മുന്നോട്ട് നടക്കാം നമുക്ക്. അടുത്ത പ്രാവശ്യം വരുമ്പോ ഈ പറഞ്ഞാൽ മതി. എന്നുണ്ടല്ലേ, കബാബും കാര്യങ്ങളൊക്കെ ഇവിടെ പൊരിക്കുന്നുണ്ട്. നല്ല കിടിലം മണം കേട്ടോ. മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് കച്ചവടം കൂടും, നമുക്ക് കഴിക്കാനുള്ള ത്വരയും കൂടും എന്ന് പറഞ്ഞ മാതിര. ചൂട് കിട്ടുന്നുണ്ടോ? ഇത് മറ്റേ തണുപ്പത്ത് ചൂട് കായുന്ന സ്ഥലമല്ല, ഇതൊരു കബാബ് ഷോപ്പാണ്. ഇതെന്താണ് ഇത് കൈ? ഇത് കണ്ടില്ല, ഇത് ഏതെടുത്താലും 100 രൂപ ആണ് കേട്ടോ. അടിപൊളി. നമ്മളെ ഡൽഹിയിൽ നിന്നൊക്കെ വെച്ച് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ചും കൂടി കുറവാന്ന് തോന്നുന്നു. സരോജിനിയൊക്കെ ആ ഹൈപ്പ് വന്നതിന് ശേഷം ആകെ മൊത്തം പൈസ കൂട്ടിയിട്ടുണ്ട്. അവിടെ എല്ലാം ഫിക്സ്ഡ് ആണ്. 350 ആണെങ്കിലും 250 ആണെങ്കിലും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അനിയത്തിയൊക്കെ ഇന്നലെ 30 രൂപക്കാണ് ഒരു കിടിലൻ ടോട്ട് ബാഗ് വാങ്ങിയത്. അപ്പം അടിപൊളി കേട്ടോ. അവിടെ നമ്മുടെ ഡൽഹിയിൽ ഇപ്പോൾ മാർക്കറ്റൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെയും കാശ്മീർ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കോണ്ട്. 10 रुपये. ₹100.
10 റുപ്യ ഗായ്സ് ഒരു പെയറിന് സോക്സ്. ഇത് ഡൽഹിയിൽ കിട്ടൂല. 10 റുപ്യക്ക് നല്ല കുറവില്ലേ? അടിപൊളി. ഡൽഹിയിലൊന്നും മക്കളെ ഞങ്ങൾക്ക് ഇതൊന്നും കിട്ടൂല കേട്ടോ 10 റുപ്യക്ക്. ഡൽഹിയൊക്കെ കാലം മാറി. ഇത്ര അടിപൊളി പ്രിന്റ് ഒന്നും 10 റുപ്യക്ക് ഒരിക്കലും കിട്ടൂല. वाओ तिन्ने इप्पड़ू ओर्म ഉണ്ട് എന്നാണ് പറയുന്നത്. आपको याद है ना मेरे को क्या क्या था याद आपको? एक बार साइकिल पे आया आपको यहाँ मेरे को बताया कि मैं थक गया आज हाँ जी जी और आप बैठने की जगह दे दिया. हाँ जी जी हाँ अभी उस टाइम कम ഞാൻ അപ്പം മെലിഞ്ഞിട്ടായിരുന്നു ഇപ്പോൾ കുറച്ചൊന്ന് ഉഷാറായിരിക്കുന്നെന്നാണ് പറയുന്നത്. ठीक है भैया मिलके बहुत खुश हो गया जी 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 ബൈ. അടിപൊളി കേട്ടോ. ആളുകൾക്കൊക്കെ ഇപ്പോഴും ഓർമ്മ. സൈക്കിളിൽ വന്നേക്കും ഓള് പറഞ്ഞ് 10 വർഷം കഴിഞ്ഞാലും ഞാനത് മറക്കൂല എന്നാണ് പറഞ്ഞത്. അത്ര ഗോൾഡൻ ഹാർട്ടുള്ള കശ്മീരികളാണ് കേട്ടോ. ഇതെങ്ങനെയുണ്ട് ഫ്രോ? ഇതെങ്ങനെ അത് നമുക്കിൻ ചെയ്യാം. ആ ഇതാണ് ഇവിടുത്തെ കശ്മീരികൾ. ഇതിലൊക്കെയാണ് കഴിക്കുക. ഇത് 470. വല്യമ്മക്ക് മുറുക്കാനല്ല ഇത്. ഇവിടെ ആൾക്കാർ സൂപ്പും മറ്റൊക്കെ കുടിക്കുന്നത് ഇതിലാ. ആ വേണമെന്ന് ചോദിച്ചിനോ? താങ്ക് യു. ഇവിടെ ഉണ്ടല്ലേ 8 റുപ്യക്ക് ഇവിടെ നമുക്ക് അടുത്തൊരു ലോക്കൽ ബസ് എക്സ്പീരിയൻസ് ആണ്. ടോട്ടോക്കാരന് എത്ര റുപ്യ പറഞ്ഞത്? 20 रुपये पर हेड. 20 रुपये हमको मिला 8 रुपये में. 8 रुपये നമുക്ക് കയാം ചൗക്കിലേക്ക് ഇതാ ഇവിടെ നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ട്. എടാ 9 അല്ലേ? എല്ലാരും ആയോ? 9 ആയോ? അവളെന്താ പറയുന്നത്? ഇങ്ങോട്ട് വാ. നൊടിയുണ്ടോ? ആ ഇഫ്രൂനെ ഇവിടുന്ന് കല്യാണം കഴിപ്പിച്ചാലോ? ഇഫ്രൂനെ ഇവിടുന്ന് വേണ്ടേ? ഇവിടുന്ന് കഴിക്കണോ ഇഫ്രൂ കല്യാണം? പെടുകയാണെങ്കിൽ നമുക്കൊന്ന് നോക്കി. നല്ല നല്ല ആപ്പിളിന്റെ കളറിലെ കളറ് മാത്രമേ ഉള്ളൂ ആപ്പിളിന്റെ. പപ്പക്കൊന്ന് നോക്കിയാലോ? പപ്പക്ക് നോക്കാം. പപ്പ ഇവിടെ നമ്മളെല്ലാവരും കയാം ചൗക്കിൽ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതാട്ടോ. എന്താണ് നംകിൻ ചായ? ഉപ്പിട്ട ചായ. നേരത്തെ അടിച്ചോ ഓംലെറ്റ് അടിച്ചോ? ഇതില് പൊളി സാധനം. എന്താ ഉപ്പിട്ട ചായ പറഞ്ഞെന്താ അറിയോ? നാട്ടില് മധുരമില്ലാത്ത ചായ കുടിക്കാൻ പറ്റില്ല. പിന്നെ ഉപ്പിട്ട ചായ നല്ല സാധനം. വരട്ടെ. അപ്പൊ നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ടേസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന്. കശ്മീരികൾ രാവിലെ അവരുടെ വീട്ടിൽ 90% കശ്മീരികളും വീട്ടിലൊന്നും ഉണ്ടാക്കൂല. അവർ രാവിലെ കശ്മീരി ചായ വീട്ടിലുണ്ടാക്കും. എന്നിട്ട് പുറത്തുനിന്നും ഗിർദ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ വെച്ച സാധനങ്ങളില്ലേ, ഗിർദ നീ ഹോഗാ ना भैया इस टाइम? അച്ഛാ ഹാ ഗിർദ ഉണ്ട്. ഗിർദ അങ്ങനത്തെ സാധനങ്ങൾ മുക്കിയിട്ടാണ് ഇവർ കഴിക്കുക. ആ അപ്പോൾ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഹാഞ്ചി നല്ല പിങ്ക് കളറിലുണ്ടാവുക. ഒരു മിനിറ്റ് ഫസ്റ്റ് പപ്പക്കനെ കൊടുക്കാം. അപ്പൊ റിയാക്ഷൻ അറിയാം. കമോൺ ഗിർദ ഗിർദ ഹെ നാ ഭയ്യ? ठीक है ഒരേ ഒരു ഗിർദ ആണ് ഉള്ളത്. ആ ആ ठीक है ഇത് മുക്കിയിട്ടാ കഴിക്കാം. ഒന്നുങ്ങൾ കുടിക്കണ്ടേ? ठीक है ആ ഒന്ന് കുടിക്കാം. എടുത്ത് കുടിച്ചു നോക്കി. കമോൺ എല്ലാരും അപ്പന്റെ ചന്ദ്രനെ അറിയാം. എങ്ങനെയുണ്ട്? ഇത് കുടിക്കാൻ അതെ അതെ ഇതല്ലേ ഡിഫറെന്റ് സാൾട്ട് ടേസ്റ്റ് നമ്മളാരും റിയാക്ഷൻ ഇവന്റെ എക്സ്പ്രഷൻ മനസ്സിലാവില്ല. ഫൈനലി നംകിൻ ചായ, ഉപ്പിട്ട ചായ. അതെ അതെ ഓനതാ പോകുന്നത്. അവിടെ പോയി തുപ്പി. എങ്ങനെയുണ്ട്? ഇഷ്ടമുള്ള ആൾക്കാർ അതുകൊണ്ട് ഒന്നും വാങ്ങി. ഒരു കഞ്ഞി മാതിരി ടേസ്റ്റ് ആണ്. मेरे को आएगा. मैं साइकिल से घूम रहा था इधर कश्मीर. നംകിൻ ചായ കരിയണ മോളെ. എന്ത് പറ്റി മോളെ? എന്തിനാ
एक और तेज और तेज കേരിവാട മക്കളേന്ന് കൊള്ളാലോ കൊള്ളാലോ आप केरला आ जाना जरूर ടേസ്റ്റ് ഉണ്ടോ ഓംപ്ലേറ്റാ ഓംപ്ലേറ്റോ പിന്നെ പോകുന്നോ അപ്പാ അപ്പാ വാ 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 രസമുണ്ടോ കാശ്മീരി ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നു. എന്താ എന്താ അഭിപ്രായം എന്താ ഇതിന്റെ കണ്ടാൽ ഈ വെളിച്ചത്ത് കണ്ടാൽ അറിയാം. कश्मीरी नहीं है അതുകൊണ്ടാണ് അതുകൊണ്ടാ चार कश्मीरी चाय होता है ആ എങ്ങനെയുണ്ട് അപ്പൊ ചായനെ കുറിച്ച് എന്താ അഭിപ്രായം कश्मीरी चाय മഹാതല്ലിപ്പൊളി. ഇത്ര ഓളം ചായ എന്റെ ജീവിതത്തിൽ ഞാൻ കുടിച്ചിട്ടില്ല. എന്നിട്ട് ഇവന് അത് പറ്റൂലെന്ന് പറഞ്ഞപ്പോ അതിൽ കാപ്പിപ്പൊടി ഇട്ടിട്ട് അയാളല്ലേ പറഞ്ഞേ അതിലെന്ത് പാശാനം ഇട്ടാലും നന്നാവില്ല അത്. പോവാ ചായ അതേമാതിരി വെച്ച് ദേ കാശ്മീരിൽ വന്നിട്ട് ഒരുത്തൻ കൊക്കനട്ട് ബിസ്ക്കറ്റ് കഴിക്കുന്നത് എങ്ങനെയുണ്ട്? ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകം തരും. ആ ഇത് നാട്ടിലത്തെ ഒരു ബോണ്ടി കഴിക്കുന്ന ഫീലാണ്. സോഫ്റ്റ് ആയിട്ട് പുറത്ത് ഭയങ്കര ക്രിസ്പി ആയിട്ട് 30 രൂപ. നഷ്ടപ്പെട്ടോ? ഷുഗർ ഉള്ള ആളാ ബ്രോ. സ്പെഷ്യൽ സാധനല്ലേ നാട്ടിൽ നിന്ന് തിന്നാട്ടെ. ഇവിടെ തിന്നാ തോന്നില്ല. ബ്രെഡ് ഞാൻ വീട്ടിൽ ബ്രെഡ് കാണില്ല നിറച്ചു വെച്ചിട്ട് ഇന്ന് ഷുഗറിന് ലീവാണ്. നമ്മളിതാ ഇവിടുന്ന് ദഹി വാങ്ങണം കേട്ടോ. भैया आपका दही है ना, आपका ये दही है ना, दही आपका दही कितना है? आपका अलग सा दही है लूज वाला. भैया मैंने को आपका दही चाहिए. कितना है? हमने दिया आपको. मैंने को आपको दही टेस्ट करना चाहिए. भाई എന്നെ ദഹി കുടിക്കാൻ അടിപൊളി ദഹി ആണോ? अच्छा 60 रुपीज़ पर kg 60 रुपया per kg की आधा 60 അര kg എടുത്തോ. പക്ഷേ ഇത് കണ്ടില്ലേ റോഗൻ ജോഷും റിഷ്തിയും 50 രൂപക്കാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത്. ആഹാ പപ്പനെയും ആദ്യം എങ്ങനെയുണ്ട്? യാതൊരു ടേസ്റ്റ് ഞാൻ ടേസ്റ്റില്ല. ഞാൻ പറഞ്ഞല്ലോ ഇത് എടുക്കണ്ടെന്ന്, വെള്ളം എടുക്കണ്ടെന്ന് പറഞ്ഞ്. വെള്ളം ദഹി ബേസ്ഡാ. ദഹി ആണെങ്കിലും ഒരുമാതിരി കൂടെ ടേസ്റ്റ് ആണ് അല്ലേ? നന്നായിക്കണേ. ഞാൻ പറഞ്ഞല്ലോ വേണ്ട എടുക്കണ്ടാതെ. അത് മീറ്റ് ബോളാണ്. ആ ചൂടുണ്ടോ? വലിയ ചൂടൊന്നുമില്ല. രസമുണ്ടോ? കഴിച്ചോ തണുപ്പോണ്ട് നോക്കുക. ആ നെയ്യ് കുറച്ചു പോയി. മീറ്റ് രസമുണ്ട്. നല്ല മട്ടന്റെ ഫ്ലേവർ. എന്താ പറയുന്ന നോക്കട്ടെ. അപ്പൊ കിട്ടോ നോക്കാം. ഡോണട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പഴംപൊരി വരുമോ നോക്കാം. തവന്റി എന്നോടാ പറഞ്ഞു, പപ്പനോടല്ല പറഞ്ഞു. കേട്ടില്ല 70 രൂപന്റെ ഡോണറ്റിന്റെ വലുപ്പം. സ്പൂണൊക്കെ തിന്നാൻ പറ്റില്ല, നല്ല തണുപ്പ് വയ്ക്കും അല്ലേ ഭയ്യ? ഓവൻ ഹേ ആപ്കാ പാസ്? പവർ നീ ചൂടാക്കി തന്നീനെ ഇങ്ങനെ ഒഴുകി വരുന്നേനെ. എനിക്ക് ഡോണറ്റ് ഉണ്ടാക്കാൻ ഇവിടെ കണ്ടു പഠിക്കും. മറ്റൊരു ഉടായ്പല്ലേ, ക്രീം ഒഴിച്ചൊഴിച്ചൊഴിച്ച്
കിട്ടിയോ? ആ എങ്ങനെയുണ്ട്? ഇന്റേത് എങ്ങനെയുണ്ട്? പിടിച്ചേ. ഹലോ. കശ്മീരി ഷോളിന് വാങ്ങി. കശ്മീരിൽ വന്നിട്ട് അതിന്റെ ഒരു കുറവ് കണ്ട. നല്ല ചൂടുണ്ടല്ലേ ഇതിട്ടിട്ട്? കാണാൻ എങ്ങനെയുണ്ട്? ഇത് കണ്ടല്ലേ? പറയട്ടോ അപ്പൊ എന്ത് പറയുന്നുണ്ട്? तीन बच्चों में एक पिता. आप लगा देना. ആക്ടിങ് കണ്ടില്ലേ കശ്മീരി ഷോളോട് നല്ല രസമുണ്ടല്ലോ ഇതിന്റെ വർക്കൊക്കെ. കൊള്ളാലോ. ബടിയായ. ഇതിന് 1500 ആട്ടോ ഫുൾ സെറ്റ് വരാം ഇവരുടെ. ഇത് ഫുൾ ഈ അരി വർക്ക് ക്യാ ബോലാ? അരി ARY. ഓക്കെ അരി വർക്ക് എന്ന് പറഞ്ഞ സംഭവമാണ്. കണ്ടില്ലേ നല്ല അടിപൊളി എന്താ പറയാ അല്ലെ ആർട്ടിസ്റ്റിക് ആയിട്ടുണ്ട് അല്ലേ? വളരെ അടിപൊളിയായിട്ട് തൈര് വാങ്ങാനൊക്കെ ഉഷാറായിരുന്നു. ഈ പോസ്റ്റ് വരെ കണ്ടില്ലേ ഒരു ഓട്ടോയിൽ കയറി എടുത്തതാണ് റൂമിലേക്ക് വേണ്ടിട്ട്. ജന്നത്ത് ഹോ മേരി वो अमन वो चमन का नजारा ए खुदाया लौटा से कश्मीर दोबारा ए खुदाया लौटा से कश्मीर दोबारा. ഗൈസ് എൻ്റെ വ്ളോഗ് ഞാനിതാ ഇവിടെ പപ്പൻ്റെ കൈമ കൊടുത്തിട്ടുണ്ട്. പപ്പ ആയിരിക്കും പിന്നെ മുന്നോട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടിലേക്കുള്ള ട്രെയിൻ ക്യാൻസൽ ആയിരിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പൊതുവായ കാര്യങ്ങളൊക്കെ എല്ലാവരും ചർച്ച ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പോം വഴി ഉണ്ടോ എന്നുള്ളത് ഉണ്ടാക്കാനുള്ള വഴിയിലാണ്. അപ്പോൾ അനീഫ ഒക്കെ ഉണ്ട് ഇവിടെ. എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വളരെയധികം വിഷമത്തിലാണുള്ളത്. യുവജനങ്ങളും വളരെ അങ്കലാപ്പിലാണ്. ആ ട്രെയിൻ ക്യാൻസലായിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ട്രെയിൻ ക്യാൻസലായി എന്താണ് ഫ്ലൈറ്റിൽ പോകുന്നതായിരിക്കും. എന്താ പിന്നെ ഓടിച്ചോളൂ ഫ്ലൈറ്റ്. പ്രയാസകരമായിട്ടാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ബദൽ സംവിധാനം എന്താണ് ഉണ്ടാവുക എന്നുള്ളൊരു ആലോചനയിലാണ്. യാത്ര ആണെങ്കിൽ കുറേ റിസ്ക്കുള്ള യാത്രയാണ് കാശ്മീർ യാത്ര. പലപ്പോഴും നമുക്ക് കാരണം കാര്യമാണ്. ലെറ്റ്സ് ലീവ് കശ്മീർ. ലെറ്റ്സ് ഗോ. ഇത് കണ്ടില്ലേ ജമ്മുവിലെത്തിയപ്പം ജമ്മുവിലെ സ്പെഷ്യൽ രാജ്മ ചാവൽ കഴിക്കുന്ന എൻ്റെ കഥ. എങ്ങനെയുണ്ട് രാജ്മ ചാവൽ? ഓന് ഈ പച്ചക്കറി ഒന്നും പറ്റൂല. ഉപ്പയാണെനിക്ക് തണലായ നിഴല്. ഉപ്പ മാത്രമാണ് എൻ്റെ ഭാവി തീർത്തൊരിശില്. ഉപ്പ എൻ്റെ കൂടെയുണ്ട് ദുനിയാവ് സ്വർഗം. എൻ്റെ ഉപ്പാക്ക് നൽകിടണേ ആയുസ്സദീപം. എൻ്റെ ഉപ്പ കൊണ്ട് വീണാണ് ഞാൻ കൊള്ളും തണല്. എൻ്റെ ഉപ്പ കൊണ്ട് മഴയാണ് ഞാൻ കൊള്ളും കുളിര്. നേരിലോടി തന്നുയിരായുപ്പ. നേർവഴിക്ക് കൈ പിടിച്ച് വഴി കാട്ടിയുപ്പ. ഇപ്പൊ ഇന്നാമെന്താ പാടിച്ചാല് ഉപ്പാണ് ഇപ്പൊ വണ്ടിയിൽ കൂട്ടത്തിലുള്ളത്. അപ്പൊ എന്തെങ്കിലും തൊട്ട് തുടങ്ങിയാലൊക്കെ തരണമെങ്കിൽ ഇപ്പൊ കുറച്ച് പാടാൻ തയ്യാറായി നിൽക്കുന്നു. പപ്പ പാടാൻ പോവാണ്. നല്ല അലിവാ. ചേർത്തുന്നണക്കൂ ഖദീജ. നമ്മുടെ കുടുംബക്കാരൊക്കെ ഭയങ്കര കലാപരമായിട്ട് കാര്യങ്ങളൊക്കെ അല്ല. എനിക്ക് മാത്രം പാട്ടൊന്നും കിട്ടാത്തോളൂ. ഖദീജ മധുപകരൂ മലർക്കൊരിയൂ പൗർണമിയേ. മധുപകരൂ മലർക്കൊരിയൂ പൗർണമിയേ. നീലനിലാവുളിരേ മധുപകരൂ മലർക്കൊരിയൂ
മാനം കഥ പറഞ്ഞു അറിയാതെ ഹൃദയമിത് കരളുകളിൽ ഇരുന്നു വന്നു മായാത്ത മധുമാസം മായല്ലേ മറയല്ലേ മധുപകരൂ കലചൊരിയൂ അനുരാഗ പൗർണമിയേ കൊണ്ടുപോകും ഞങ്ങളെ മാഞ്ചുവട്ടിൽ മരിക്കാട് ആ യൂണിറ്റിൽ നമ്മളെ കുറച്ച് ആളുകൾ വഹാബ് അങ്ങനെ കുറച്ച് അഞ്ഞേട്ടൻ മോഹരിച്ചുള്ളൂ. ബാക്കിയുള്ള വന്നിട്ട് അങ്ങനെ കണ്ടു പരിചയമില്ല. ഇപ്പൊ ഈ ഫാമിലി പരിപാടിയിൽ വന്നപ്പോ നമ്മളെല്ലാവരും ഒരു വലിയ സുഹൃത്തുക്കളായി മാറി, കുടുംബമായി മാറി. അപ്പൊ കണ്ടില്ല, ഒരു സ്ലീപ്പറിൽ നമ്മൾ 3 പേരും ഇവിടെ കിടന്നു പോകുന്നത്. എത്ര കൊല്ലത്തിന് ശേഷമാണ്? വർഷങ്ങൾക്ക് ശേഷം അല്ലേ മോളെ? ഇവിടെ കയറി നിൽക്ക്. അപ്പൊ കണ്ടില്ല ഇങ്ങനെ ഒരു അനുഭവം. വേണ്ട, അല്ലെങ്കിൽ തന്നെ തണുത്തിട്ട് തണുപ്പ് വരുന്നില്ലാന്നോ? ആ അയ്യൊന്ന് ഇവിടെ തുറന്നു നോക്ക്. ഒന്ന് കൈ വെച്ച ഇവിടെ അതെന്നാ ഇവിടെ ഇവിടെ ശവപ്പെട്ടി കൊണ്ട് ശവം കൊണ്ട് ഇമാതിരി തണുപ്പ് ശ്രീനഗറിൽ ഇത്രയും തണുപ്പില്ല. കാലത്തിന് ശേഷമാണ് നിങ്ങൾ മൂന്നാളുകൾ അങ്ങക്ക് അവിടെ ഒറ്റയ്ക്ക് കിടക്കാനല്ലേ നിങ്ങൾ അതിനെ നിർത്തി? ഒറ്റയ്ക്ക് അവിടെ കിടക്കാനാണ്. ഡൽഹിയിൽ എത്തിയതും സാമ്പാറും വടകളൊക്കെയാണ് ഗൈസ് വന്നിട്ടുള്ളത്. കാശ്മീരത്തെ വല്ലതും വേണോ നിങ്ങൾക്ക്? കാശ്മീരത്ത് വേണ്ട, ഇഡ്ഡലിയും ദോശയും കിട്ടിയാൽ മതി. പുട്ടും തന്നെ, പുട്ടും ഇവിടെ കിട്ടൂല. പുട്ടും കുട്ടിയായിട്ട് വരേണ്ടി വരും. ആഹാ, വേറെന്താ പോയി തിന്നണമെന്നുള്ളത് അവിടെ? കേട്ടാ മതി, ഞാൻ തിരിച്ചു വരട്ടെ വീട്ടിലേക്ക്. ഞാൻ തിരിച്ചു വരേണ്ടി വരുമോ? ആഹാ, ആ പിന്നെ ഞാൻ എന്തായാലും വരും. പോരെ, ദിവസത്തിന് ശേഷമാണ് നമ്മളെ നാട്ടിൽ ഫുഡ് കിട്ടുന്നത്. ഇപ്പോഴാണ് നമ്മളെ നാട്ടിലത്തെ ഭക്ഷണത്തിന് വില വളരെ വളരെ മനസ്സിലായത്. വളരെ ടേസ്റ്റി ഫുഡാണ് നമ്മളെ ഫുഡ്. നമ്മള് എവിടെ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ ദോശ ഇഡ്ഡലി കിട്ടിയാലും സന്തോഷമാവുള്ളൂ. ഭയങ്കര സ്വർഗം കേട്ടോ. എൻ്റെ ഫ്രണ്ട്സിനോട് ബൈ പറയുന്നേ. ബൈ. അതാ അവരെല്ലാവരും ഇവിടെ ഡൽഹി കാണാൻ പോയതാണ്. നമ്മളൊക്കെ ആദ്യം ഇവരൊക്കെ ഡൽഹി കണ്ടതാണ്. അപ്പോൾ നമ്മുടെ പ്ലാന് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ അല്ലേ. ഓരോട് ബൈ പറഞ്ഞിട്ട് നമുക്ക് നേരെ റൂമിൽ പോയി ഫ്രഷ് ആവാം ആദ്യം. ഒപ്പം ഉണ്ടാവുള്ളൂ, ഇവരൊക്കെ പോകും. എറണാകുളത്ത് പോകും, ഡൽഹിയിൽ അത് ശരിയാ. അപ്പോൾ ഡൽഹിയിൽ മജ്നു കട്ടിലയിലാണ് നമ്മളുള്ളത്. നേരെ പോകാൻ പോകുന്നത് നിസാമുദ്ദീനിലേക്കാണ്. ഇവിടെ ടിബറ്റൻ ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. ടിബറ്റൻ ലാഫിങ് മൊമോസ് അതൊക്കെ. അല്ല വേണ്ടെന്നൊന്നും പറഞ്ഞില്ല, ഞാൻ പറഞ്ഞോളൂ. അന്നാരെ തീറ്റിക്കാൻ ഇവിടെ കൊണ്ടുപോകണേന് പറശ്ശിലേട്ട വിചാരിക്കുന്നത് എന്തോ. ഫുഡും ഷോപ്പിംഗും ആണ് ഇന്നത്തെ മെയിൻ പരിപാടി. ആദ്യം റൂം പോയിട്ട് ഫ്രഷ് ആവും. അതെ, പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് ഇറങ്ങുന്നത്. അതെ. ഓരേ എല്ലാ ബാങ്കിലില്ലേ കേട്ടില്ലേ? വലിക്കണ്ടേ? അവിടെ എ സി ഉണ്ടോ? അവിടെ എ സി ഉണ്ട്. ആ എ സി ഒക്കെ ഉണ്ട്. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ചൂടല്ലേ. ചൂട് കൊടുക്കത്തെ പൊടി ഇവിടെ അവസ്ഥയാണ്. ഇവിടെ നല്ല തണുപ്പായിരുന്നു. ഇപ്പൊ ചൂടായതാ. ആ തണുപ്പ് നല്ല സുഖമാണ് ഡൽഹിയിൽ നിൽക്കാൻ. പക്ഷെ ചൂടത്ത് ഇവിടെ ഓടേണ്ടി വരും. പകലല്ല, ഉച്ചക്കും വെയിലത്ത് ഇരിക്കണം തണുപ്പ് മാറണമെങ്കിൽ. ആ വെയിലത്ത് വീട്ടിനുള്ളിൽ ഇരുന്നാൽ തണുത്ത് വരയ്ക്കും.